ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജിയോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ എർത്ത് ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല അല്ലേ? അതിനൊരു അപ്രോക്സിമറ്റ്ലി 460 മില്യൺ ഇയേഴ്സോളം പ്രായം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം പ്രായമുള്ള നമുക്ക് തന്നെ എന്തോരം മെൻ്റലി ആൻഡ് ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജനിച്ചതിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏർത്തിന്, അതായത് ഈ 460 മില്യൺ ഇയേഴ്സ് ഓൾഡുള്ള ഏർത്തിന് എത്രമാത്രം ചേഞ്ചസ് ഉണ്ടായി കാണും? അത് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം. ഒന്ന് എൻഡോജനിക് എന്നും രണ്ട് എക്സോജനിക് എന്നും. എൻഡോജനിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിന് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഈ ലാൻഡ് ബിൽഡിംഗ് പ്രോസസ്സ് നമുക്ക് പറയാം. വോൾക്കാനിസം, എർത്ത് ക്വേക്ക് അങ്ങനെയുള്ള പ്രോസസ്സ് നടന്നിട്ട് ഇൻറ്റേർണൽ ഫോഴ്സസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ എക്സോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടായപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ലാൻഡ് വിയറിംഗ് ആണത്, ലാൻഡ് ബിൽഡിംഗ് അല്ല. ഈ ടൈഡൽ ഫോഴ്സ്, ഇറോഷൻ, വെതറിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ സർഫസ് തന്നെ ഒലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലത്തെയാണ്. സോ ആ ടൈപ്പ് ഫോഴ്സാണ് എക്സോജനിക് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏർത്ത് ഇപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്? ഏർത്ത് അല്ല, നമ്മുടെ ഇന്ത്യ. ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ടാണ് ഇന്ത്യ വരുന്നതെന്ന് പറഞ്ഞു. ട്രോപ്പിക്കൽ ഏരിയയിലാണ് നമ്മുടെ ഇന്ത്യ മെയിൻ പോർഷൻ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇത് സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു എന്നുള്ള അറിയാമോ? എന്നാൽ ഇത് സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു. പിന്നീട് ഒരുപാട് പ്രോസസ്സിന് ശേഷം ഇത് പതുക്കെ നോർത്തിലേക്ക് മൂവ് ചെയ്ത് വന്നതാണ്. സദേണിലായിരുന്നപ്പോൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ പ്ലേറ്റും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യയുടെ ഭാഗം നോർത്തിലേക്കും വന്നു, ഓസ്ട്രേലിയയുടെ ഭാഗം സൗത്തിലേക്കും പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള പൊസിഷനിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും മുൻപ് ഒരുമിച്ചായിരുന്നു. പിന്നീട് അത് സ്പ്ലിറ്റപ്പായിട്ട് ഇന്ത്യ നോർത്തിലേക്കും പോയി, ഓസ്ട്രേലിയ സൗത്തിലേക്കും പോവുക ചെയ്തത്. പിന്നീട് ഇന്ത്യ ഇവിടേക്ക് വന്ന് ഇത് യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് വന്ന് ഇടിച്ച് ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെട്ടു. അതാണ് നമ്മുടെ നോർത്തിൽ കാണപ്പെടുന്ന ഹിമാലയാസ്. ഓക്കെ. പക്ഷേ ഓസ്ട്രേലിയ എന്ത് ചെയ്തു? ഓസ്ട്രേലിയ സീൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവുക ചെയ്തത്, കംപ്ലീറ്റ്ലി സൗത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് പോവുക ചെയ്തത്. ആ ഇടിയുടെ എഫക്റ്റിലുണ്ടായ ഫോൾഡ് മൗണ്ടനായ നമ്മുടെ ഹിമാലയാസാണ് നമുക്ക് ഒരുപാട് കൾച്ചറൽ ഡിവൈഡായിട്ടും ഫിസിക്കൽ ബാരിയറായിട്ടും ഒക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഏതൊക്കെ ടൈപ്പാണ് ഹിമാലയാസ് ഉള്ളത്, അത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പേരെന്താണ്, നോർത്ത് വെസ്റ്റിലേക്ക് പോകുമ്പോൾ പേരെന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പം ഇന്ത്യയുടെ പ്ലേറ്റ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഏർത്തിൻ്റെ എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ് കാരണം ഒരുപാട് ചേഞ്ചസ് ഫിസിക്കലി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത് പ്രകാരം ഇന്ത്യനെ മെയിനായിട്ട് 3 ജിയോഗ്രഫിക്കൽ ഡിവിഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ദ പെനിൻസുലാർ ബ്ലോക്ക്, ദ ഹിമാലയാസ് ആൻഡ് ദ പെനിൻസുലാർ മൗണ്ടൻസ്, ദ ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇങ്ങനെ 3 പാർട്ടായിട്ട് നമ്മൾ ഇത്രയും ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കാദ്യം പെനിൻസുലാർ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഈ ഒരു റീജിയനാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ് എന്ന് പറയുന്നത്, പെനിൻസുലാർ ഏരിയ എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലോട്ടും ഉണ്ട്. അത് ഈ മാപ്പിൽ പ്രൊവൈഡഡ് അല്ല ഇപ്പം. എനിവേസ് ഇതാണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്. രാജസ്ഥാൻ്റെ ഏകദേശം ഇവിടുന്ന് ഗംഗാ പ്ലെയിനിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പ്ലേറ്റ്യൂസ് ഉണ്ട്, രാജ്മഹൽ ഹിൽസിൻ്റെ അവിടെ വരെയാണ് ഇവിടെ എക്സ്റ്റൻഷൻ. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് എന്താണ് ഈസ്റ്റേൺ ഗട്ട്സും ഇവിടെ വെസ്റ്റേൺ ഗട്ട്സും കൊണ്ട് ബോർഡേഡാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്, പെനിൻസുലാർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറഗുലർ ലൈനായിട്ടാണ് മൂവ് ചെയ്യുന്നത്. കച്ച് എന്ന് പറയുന്ന ഗുജറാത്ത് റീജിയനാണ്. അലോങ് ദ വെസ്റ്റേൺ ഫ്ലാങ്ക് ഓഫ് ദ ആരവല്ലി റേഞ്ച്. ആരവല്ലി രാജസ്ഥാനിലാണ്. പിന്നെ അവിടുന്ന് ഡൽഹി, പിന്നെ അവിടുന്ന് പാരലായിട്ട് യമുന ഗംഗ റീജിയനിലേക്ക് പോകുന്നു, രാജ്മഹൽ ഹിൽസ് വരെ പോകുന്നു. ഗംഗാ ഡെൽറ്റയ്ക്കും രാജ്മഹൽ ഹിൽസിനും പാരലായിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഇത് കൂടാണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് പറയുന്നത് മേഘാലയ പ്ലേറ്റു എന്ന് പറയുന്നതും ആസാമിലുള്ള കർബി ആംഗ്ലോങ്ങും ഇതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ എക്സ്റ്റൻഷനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, മെയിൻലാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വെസ്റ്റ് ബംഗാളിലെ മാൽഡ ഫോൾട്ടും പിന്നെ റിവേഴ്സും ഒക്കെ കൂടി ചേർന്നാണ്. ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് റീജിയൻ വരെ ഛോട്ടനാഗ്പൂർ പ്ലേറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിലൊരു മാൽഡ ഫോൾട്ട് വരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ 7 സിസ്റ്റേഴ്സ്, അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള നമ്മളുടെ ഈ എക്സ്റ്റൻഷനെ സെപ്പറേറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അവിടെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് ആസാമിൽ കർബി ആംഗ്ലോങ്ങും പിന്നെ മേഘാലയ പ്ലേറ്റു മേഘാലയയിലും കാണപ്പെടുന്നു. ഇത് മെയിൻ പെനിൻസുലാർ പ്ലേറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു.
ഈ പെനിൻസുലർ പ്ലേറ്റ് വളരെ പഴക്കം ചെന്നതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നെയ്സസും ഗ്രാനൈറ്റ്സും കൂടെ കമ്പോസ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാംബ്രിയൻ പീരീഡ് മുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഒരു പാലിയോസോയിക് എറയുടെ ടൈമിലുള്ള പീരീഡാണെന്ന് ഓർത്താൽ മതി. കാംബ്രിയൻ പീരീഡ് മുതൽ പെനിൻസുല റിജിഡ് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ചില പോർഷൻസിന് മാത്രമേ വേരിയേഷൻ വന്നിട്ടുള്ളൂ. ലൈക്ക് ദി വെസ്റ്റേൺ കോസ്റ്റിൽ ചില ഏരിയാസിൽ സബ്മർജ്ഡ് ആയി പോയിട്ടുണ്ട്. അതുകൂടാണ്ട് ചില പ്ലേസസിൽ ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ ബേസ്മെൻറ്റ് ഏരിയ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു വെർട്ടിക്കലി മൂവ് ചെയ്തിരുന്നു ഇന്ത്യൻ പ്ലേറ്റിൽ നിന്ന്. അപ്പം അങ്ങനെ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഉണ്ടായതാണ് നർമ്മദയിലെയും താപിയിലെയും മഹാനദിയിലെയും ഒക്കെ റിഫ്റ്റ് വാലീസ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് സത്പുര ബ്ലോക്കും അതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്, സത്പുര മൗണ്ടെയ്ൻസും അതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. ഇതുകൂടാതെ ഈ ഒരു ഏരിയയിൽ ധാരാളം റിലിക്റ്റ് മൗണ്ടൻസ് കാണപ്പെടാറുണ്ട്. ലൈക്ക് ആരവല്ലി റേഞ്ചസ്, പിന്നെ നല്ലമല, ജാവടി, വേലിക്കൊണ്ട, പാൽക്കൊണ്ട റേഞ്ച് ഇൻ മഹേന്ദ്രഗിരി. ആരവല്ലി ഒരു റിലിക്റ്റ് മൗണ്ടന് മെയിൻ എക്സാമ്പിളാണ്. അതുകൂടാതെ പറഞ്ഞിരിക്കുന്ന ഹിൽസ് നോക്കുകയാണെങ്കിൽ ജാവടി ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട് വരും. ദെൻ പാൽക്കൊണ്ട, നല്ലമല, വേലിക്കൊണ്ട, മഹേന്ദ്രഗിരി ഹിൽസ്, ഇങ്ങനത്തെ ഒരുപാട് റിലിക്റ്റ് മൗണ്ടൻസ് ഇവിടെ കാണപ്പെടാറുണ്ട്. ഇവിടുത്തെ റിവർ വാലീസ് എന്ന് പറയുന്നത് ഷാലോ ആയിരിക്കും, ഒരുപാട് ഡെപ്ത് കാണില്ല. അതുകൂടാതെ ലോ ഗ്രേഡിയൻസും ആയിരിക്കും അവിടെ കാണപ്പെടുന്നത്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എല്ലാം തന്നെ, അതായത് ബേ ഓഫ് ബംഗാളിലേക്ക് ചെന്ന് ചേരുന്ന ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എല്ലാം തന്നെ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എല്ലാം തന്നെ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ മഹാനദി, കൃഷ്ണ, കാവേരി, ഗോദാവരി ഇവയൊക്കെ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. മഹാനദി ഇതിവിടെ വന്ന് ഡെൽറ്റ ഫോം ചെയ്തിട്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നത്. ഗോദാവരി ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്, കൃഷ്ണ ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്, ആൻഡ് ദെൻ കാവേരി ഇതും ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹിമാലയാസ് ആൻഡ് ദ പെനിൻസുലർ മൗണ്ടെയ്ൻസ് ആണ്. പെനിൻസുലർ പ്ലേറ്റ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അതെന്ന് പറയുന്നത് ഭയങ്കര ഏൻഷ്യൻ്റ് ആണ്, ഗ്രാനൈറ്റും നെയ്സും കൊണ്ട് ഫോം ചെയ്തതാണെന്ന് പറഞ്ഞു, പണ്ട് മുതലേ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഹിമാലയാസ് എന്ന് പറയുന്നത് യങ് ആണ്, വീക്കാണ്, ഫ്ലെക്സിബിളാണ് അവരുടെ സ്ട്രക്ചറിൽ. പക്ഷേ പെനിൻസുലർ ബ്ലോക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞത് റിജിഡാണ്, സ്റ്റേബിളാണ്. പെനിൻസുലർ ബ്ലോക്കിന് ഇപ്പം വലിയ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ മൗണ്ടെയ്ൻസിന് ഒരുപാട് എക്സോജനിക് ആൻഡ് എൻഡോജനിക് ഫോഴ്സസിന് ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും അവർ ഫോൾഡ് ത്രസ്റ്റ് പ്ലെയിൻസ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹിമാലയൻ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ടെക്ടോണിക് ഒറിജിനാണ്. ആസ് ഐ സെഡ് ബിഫോർ, ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൽ വന്ന് കൊളൈഡ് ചെയ്തിട്ട് ഫോം ചെയ്ത ഫോൾഡ്സ് ആണ് പിന്നീട് മൗണ്ടെയ്ൻസ് ആയിട്ട് മാറിയത്. ഇതുകൂടാണ്ട് ഇവിടെ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അവയും യൂത്ത്ഫുൾ സ്റ്റേജിലാണ് ഉള്ളത്. പിന്നെ ഇവയ്ക്കിടയിലുള്ള ഗോർജസ് കാണപ്പെടും, വി ഷേപ്ഡ് വാല്യൂസ് കാണപ്പെടും, റാപ്പിഡ്സ്, വാട്ടർഫോൾസ്, ഇങ്ങനെ ഒരുപാട് ഈ യൂത്ത്ഫുൾ സ്റ്റേജിൻ്റെ ഇൻഡിക്കേറ്റീവായിട്ട് കുറേ ഫീച്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഗോർജസ് എന്ന് വെച്ചാൽ രണ്ട് മൗണ്ടെയ്ൻസിനിടയ്ക്കുള്ള ഒരു നാരോ വാലിയാണ്, അതിനിടയ്ക്കുള്ള ഒരു സ്ട്രീം ഉണ്ടാവും. റാപ്പിഡ്സ് എന്ന് പറയുന്നത് മെയിൻ റിവർ സ്ട്രീമിൻ്റെ ഒരു പാർട്ടായിരിക്കും, പക്ഷെ കുറച്ചുകൂടെ യങ്ങർ ആയിരിക്കും എന്നേ ഉള്ളൂ, നല്ല ഫാസ്റ്റ് ഫ്ലോയിങ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഇന്ത്യയിലെ 3 മേജർ റിവർ സിസ്റ്റംസിൻ്റെ പ്ലെയിൻസ് ചേർന്നിട്ടാണ്. ഇത് ഇപ്പോൾ കാണുന്ന മെച്യൂർഡ് ഫോമിൽ എത്തിയത് ഏകദേശം 64 മില്യൺ ഇയേഴ്സിന് മുൻപ് ഹിമാലയൻ മൗണ്ടൻ അതിൻ്റെ 3rd ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റ് എത്തിയ സമയത്താണ്. പിന്നീട് ഈ പെനിൻസുലർ റിവേഴ്സ് ആയാലും നമ്മുടെ മറ്റ് മേജർ റിവേഴ്സ് ആയാലും കൊണ്ടുവരുന്ന ഡിപ്പോസിറ്റ്സ് വെച്ചിട്ട് അത് ഫില്ലപ്പായി പോവുക ചെയ്തത്. ഈ ഡിപ്പോസിറ്റ്സിനെ അലൂവിയൽ ഡിപ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 1000 to 2000 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ജിയോളജിക്കൽ ആൻഡ് ജിയോമോർഫോളജിക്കൽ പ്രോസസ്സ് കാരണമാണ് മെയിൻലി ഇവിടെ ഫിസിയോളജിക്കൽ സ്ട്രക്ചേഴ്സും റിലീഫ്സും ഒക്കെ ഫോം ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഫിസിയോഗ്രഫിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് ഈസ് ആൻ ഔട്ട്കം ഓഫ് സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇന്ത്യക്ക് ഭയങ്കര ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഉള്ള ലാൻഡാണല്ലേ. സോ നോർത്ത് സൈഡിൽ നോക്കുകയാണെങ്കിൽ റഗ്ഡ് ടോപ്പോഗ്രഫി ആയിരിക്കും കാണപ്പെടുന്നത്. ഒരുപാട് മൗണ്ടൻ റേഞ്ചസ് ഉണ്ടാകും, ഡിഫറെൻറ്റ് പീക്കുകൾ അവിടെ ഉണ്ടാകും. പിന്നെ അത് കൂടാണ്ട് വാലീസ് ഉണ്ടാകും. കശ്മീർ വാലിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഡീപ്പ് ഗോർജസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി സൗത്തിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ലാൻഡാണ്, അത് പെനിൻസുലർ ലാൻഡാണ് മെയിനായിട്ടും കാണുന്നത്.
ഈ ചെറിയ ചെറിയ വേരിയേഷൻ വെച്ചിട്ട് ഫിസിയോഗ്രഫിയുള്ള വേരിയേഷൻ വെച്ചിട്ട് 6 ആയിട്ട് ഇന്ത്യനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ്, നോർത്തേൺ പ്ലെയിൻ, ദ പെനിൻസുലർ പ്ലേറ്റോ, ദ ഇന്ത്യൻ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ്, ദ ഐലൻഡ്സ്. അപ്പം ഇനി അത് ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ നോർത്ത് ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ്. ഇതിലടങ്ങിയിരിക്കുന്ന നമ്മുടെ ഹിമാലയാസും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഹിൽസുമാണ്. അപ്പോൾ ഹിമാലയാസും വരും, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഹിൽസും ഇതിനകത്ത് വരും. ഹിമാലയാസ് എന്ന് പറയുന്ന സീരീസ് ഓഫ് പാരലൽ മൗണ്ടൻ റേഞ്ചസ് ആണ്. പാരലായിട്ട് കിടക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ്. ഒന്നിനിവിടെ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ റേഞ്ചസ് കിടക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റേഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് ഉണ്ട്. ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചിൽ ഗ്രേറ്റ് ഹിമാലയാസും ശിവാലിക്കും വരുന്നുണ്ട്. ഇവയുടെ ഓറിയൻറ്റേഷൻ പറയുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന രീതിയാണ്. അതായത് ഏകദേശം ഇങ്ങനെയായിരുന്നു, നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലോട്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ. അങ്ങനെ പാരലലി കുറേ മൗണ്ടൻ റേഞ്ചസ് ഇങ്ങനെ കിടക്കും. ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഏരിയാസിലുള്ള ഹിമാലയാസ് എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കിടക്കുന്നതാണ്. പക്ഷേ അരുണാചലിലുള്ളതാകുമ്പോഴത്തേക്കും സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് വെസ്റ്റിലേക്ക് കിടക്കുന്നതാണ്. ഇനിയും നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഏകദേശം ഇങ്ങനെ ഒരു ഏരിയയിലാണ് വരുന്നത്. അവിടെ നിന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അതിനെ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകും ഹിമാലയ എന്ന് പറയുമ്പോഴത്തേക്കും പാരലൽ റേഞ്ച് ആണ്. കാരക്കോരം, സസ്കാർ, ശിവാലിക്, അതുപോലെ തന്നെ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാമിലെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാഗാ ഹിൽസ്, മിസോ ഹിൽസ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അരുണാചൽ എടുക്കുമ്പോൾ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് അഥവാ അതിനെ പറയുന്നത് സെൻട്രൽ ആക്സൽ റേഞ്ച് എന്നാണ്. അത് 2500 കിലോമീറ്റർ ആണ്. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ ആണ് ലെങ്ത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 160 to 400 കിലോമീറ്റർ ആണ്. സോ 2500 കിലോമീറ്റർ ലെങ്തും വിഡ്ത്ത് എന്ന് പറയുന്നത് 160 to 400 കിലോമീറ്ററുമാണ് ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ അഥവാ സെൻട്രൽ ആക്സൽ റേഞ്ച് വരുന്നത്. ഇനിയും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും സെൻട്രൽ ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് തമ്മിലൊരു ഗ്രേറ്റ് വോളായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഹിമാലയ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ പറയാം മറ്റെല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്തതൊരു മെയിൻ വോളായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ മെയിൻ ലൈനെ മറ്റ് കമ്മ്യൂണിറ്റീസിനും സെപ്പറേറ്റ് ചെയ്ത് ഇത്രയും ഭാഗത്ത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പാരലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ കാരക്കോരം ഉണ്ട്, ലഡാക്ക്, ജസ്കാർ, പിന്നെ ഇവിടെ ശിവാലിക് റേഞ്ചസ് ഉണ്ട്. ഇങ്ങനെ പാരലൽ റേഞ്ചസ് ആയിട്ടായിരിക്കും എപ്പോഴും ഹിമാലയാസ് കാണപ്പെടുന്നത്. ഇനി ഫിസിക്കൽ ബാരിയറായിട്ട് മാത്രമല്ല ക്ലൈമറ്റ് ആൻഡ് ഡ്രെയിനേജ് കൾച്ചറൽ ഡിവൈഡും കൂടെ ആയിട്ട് ഹിമാലയാസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹിമാലയൻ്റെ ഉള്ളിൽ തന്നെ പല പല ഡിവിഷൻസ് ഉണ്ട്. സബ് ഡിവിഷനായിട്ട് നമുക്ക് തിരിക്കാം. എന്ന് വെച്ചാൽ കശ്മീർ ഹിമാലയയുടെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല അരുണാചൽ ഹിമാലയസിന് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഹിമാലയസിനോ കാണപ്പെടുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 സബ് ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് ഉണ്ട്. കശ്മീർ ഓർ ദ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്, സെക്കൻഡ് വൺ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, ദെൻ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ്, അരുണാചൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് ദ മൗണ്ടെയ്ൻസ്. ഫസ്റ്റ് കശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് നോക്കാം. ഒരു സീരീസ് ഓഫ് റേഞ്ചസ് തന്നെയാണ്. കാരക്കോരം, ലഡാക്ക്, സസ്കാർ, പീർ പഞ്ചൽ. ഇതേ ഓർഡറിലാണ് പോകുന്നത്. കാരക്കോരം, ലഡാക്ക്, സസ്കാർ, പീർ പഞ്ചൽ ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇനിയും ഇതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് കാരക്കോരത്തിനും ഗ്രേറ്റ് ഹിമാലയസിനും ഇടയ്ക്ക് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഇസ് എ കോൾഡ് ഡെസേർട്ട്. ഒരു വലിയ കോൾഡ് ഡെസേർട്ടാണ്. ലഡാക്കൊക്കെ ഒരു കോൾഡ് ഡെസേർട്ടാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ ഗ്രേറ്റ് ഹിമാലയാസിനും പീർ പഞ്ചലിനും ഇടയ്ക്കാണ് വേൾഡ് ഫേമസ് വാലി ഓഫ് കശ്മീർ വാലി, അതുപോലെ തന്നെ ദാൽ ലേക്കും കാണപ്പെടുന്നത്. ഏകദേശം ഈ ഒരു റീജിയണിലാണ് ദാൽ ലേക്കും കശ്മീർ വാലിയും കാണപ്പെടുന്നത്. സൗത്ത് ഏഷ്യയിലെ ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സായ ബൽറ്റോര ഗ്ലേഷ്യറും സിയാച്ചിൻ ഗ്ലേഷ്യറും ഈ ഒരു റീജിയണിലാണ്, കശ്മീർ ഹിമാലയ റീജിയണിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കശ്മീർ ഹിമാലയ ഈസ് ഫേമസ് ഫോർ ദർ ഖരേവ ഫോർമേഷൻ. ഖരേവാസ് എന്ന് പറയുമ്പം തിക്ക് ഡെപ്പോസിറ്റ്സ് ആണ്. ഗ്ലേഷ്യൽ ക്ലേയുടെയും മറ്റ് മെറ്റീരിയൽസിൻ്റെയും തിക്ക് ഡെപ്പോസിറ്റിനെ പറയുന്ന പേരാണ് ഖരേവാസ് എന്ന് പറയുന്നത്. ഇത് സഫ്രോൺ കൾട്ടിവേഷൻ, അവിടുത്തെ കുങ്കുമപ്പൂവ് കൾട്ടിവേഷന് വേണ്ടി ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അവിടുത്തെ ലോക്കൽ വെറൈറ്റിയുടെ പേരാണ് സഫ്രാൻ. അതിൻ്റെ കൾട്ടിവേഷൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഖരേവാസ് എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് കശ്മീർ ഹിമാലയയിലാണ് കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ഫേമസ് പാസസ് ആണ് പറയുന്നത്. ഗ്രേറ്റ് ഹിമാലയയിൽ സോജില ഉണ്ട്,
പീർ പഞ്ചലിലെ ബനിഹാൽ പാസ്, ഫോട്ടൂല സസ്കാറിൽ, ഖർദുങ്ല ലഡാക്ക് റേഞ്ചിൽ. അതായത് ഗ്രേറ്റ് ഹിമാലയയിലെ സോജില, ലഡാക്കിലെ ഖർദുങ്ല, ജസ്കാറിലെ ഫോട്ടൂല, പീർ പഞ്ചലിലെ ബനിഹാൽ പാസ്. മീൻസ് പാസ് തന്നെയാണ്. ഇനി ഇവിടെ കാണപ്പെടുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഫ്രഷ് വാട്ടർ ലേക്സ് ആണ് ദാൽ ലേക്കും വൂളാൽ ലേക്കും എന്ന് പറയുന്നത്. ദാൽ ലേക്ക് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഗ്രേറ്റ് ഹിമാലയാസിനും പീർ പഞ്ചലിനും ഇടയ്ക്ക് കാണപ്പെടുന്നതാണ് ദാൽ ലേക്ക് എന്ന് പറയുന്നു. ഇറ്റ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക്. അതുകൂടാതെ വൂളാൽ ലേക്കും ഫ്രഷ് വാട്ടർ തന്നെയാണ് ഇവിടുത്തെ. ഇനി ഇവിടുത്തെ സോൾട്ട് വാട്ടർ ലേക്സ് ആണ് പാങ്കോങ് സോയും സോ മൊരീരിയും. ഇവ രണ്ടും സോൾട്ട് വാട്ടർ ലേക്സ് ആണ്. ഈ ഏരിയയിൽ കൂടെ ഒഴുകുന്ന മെയിൻ റിവർ എന്ന് പറയുന്നത് ഇൻഡസ് ആണ്. അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് ചേലവും ചേനവും. അതും ഈ ഏരിയയിൽ കൂടെയാണ് ഒഴുകുന്നത്. ഇൻഡസ് ആണ് മെയിനായിട്ട് ഒഴുകുന്ന റിവർ എന്ന് പറയുന്നത് ഇതുവഴി. അതുപോലെ തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയ ചേനവും ചേലമും ഇതുവഴിയാണ് ഒഴുകുന്നത്. മെയിൻ റിവറിലേക്ക് വന്ന് പതിക്കുന്ന സ്ട്രീം ഓഫ് റിവേഴ്സ് ആണ് ശരിക്കും ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. കശ്മീർ ഹിമാലയസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ സീനിക് ബ്യൂട്ടിയാണ്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റ് ഒരുപാട് വരാറുണ്ട്. ദാൽ ലേക്കൊക്കെ മെയിൻ അട്രാക്ഷൻ സ്പോട്ട്സ് ആണ്. അട്രാക്ഷൻ സെൻറ്റേഴ്സ് ആണ്, ടൂറിസ്റ്റ് അട്രാക്ഷൻ സെൻറ്റേഴ്സ് ആണ്. ഇനി ഇവിടുത്തെ മെയിൻ പിൽഗ്രിമേജ് സൈറ്റ്സ് ആണ് വൈഷ്ണോദേവി, അമർനാഥ് കേവ്, ഷെരാറി ഷെരീഫ് എന്ന് പറഞ്ഞ. ഇനി ചേലം റിവറിൻ്റെ ബാങ്ക്സ്, ചേലം റിവർ ഇതുവഴിയാണ് ഒഴുകുന്നത്. നമ്മൾ പറഞ്ഞു ചേലം റിവറിൻ്റെ ബാങ്ക്സിലാണ്, തീരത്താണ് ശരിക്കും ശ്രീനഗർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ശ്രീനഗർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ജമ്മു കാശ്മീരിൻ്റെ ക്യാപിറ്റലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേലം റിവറിൻ്റെ ബാങ്ക്സിലാണ്. ദാൽ ലേക്കും ശ്രീനഗറിലാണുള്ളത്. നോർമലി യൂത്ത് സ്റ്റേജിലുള്ള റിവേഴ്സ് ഒന്നും മിയാൻഡേഴ്സ് ഫോം ചെയ്യില്ല. മിയാൻഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് ഒഴുകുന്ന ഇതിനെയാണ് മിയാൻഡർ ഫോർമേഷൻ എന്ന് പറയുക. എന്നിട്ട് പിന്നീട് നോർമലി മിയാൻഡേഴ്സ് ഫോം ചെയ്തിട്ട് പിന്നെ അത് ഓക്സ്ബോയിലേക്കായിട്ട് മെയിൻ സ്ട്രീമിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ മാറി കിടക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി മെച്യൂർ സ്റ്റേജിലൊക്കെ റിവേഴ്സ് മാത്രമേ ഇത് ഉണ്ടാകാറുള്ളൂ. പക്ഷേ യൂത്ത് സ്റ്റേജിലാണെങ്കിൽ പോലും ചേലം റിവർ ഈ ഒരു ഭാഗത്ത് മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. മാപ്പ് നോക്കാം. കാരക്കോരം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കാർ, ദെൻ പീർ പഞ്ചൽ. ഗ്രേറ്റ് ഹിമാലയാസിനും പീർ പഞ്ചലിനും ഇടയ്ക്കാണ് ശ്രീനഗർ എന്ന് പറഞ്ഞു. ദാൽ ലേക്ക് ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ സോയിലിൻ്റെ പ്രത്യേകത ഖരേവ ഫോർമേഷൻ ഉണ്ടോ എന്ന് നമ്മൾ പറഞ്ഞു. ഖരേവാസ് എന്ന് പറയുന്നത് സെഫ്രോൺ കൾട്ടിവേഷന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സിയാച്ചിനും ബെൽറ്റോറോ ഗ്ലേഷ്യേഴ്സും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പീക്സ് ആണ് ഒന്ന് K2, പിന്നെ നംഗ പർബത്ത്. ഈ ഒരു റീജിയൻ്റെ സതേൺ പാർട്ട്, നോർത്തേൺ പാർട്ടിനെ കുറിച്ചാണല്ലോ മെയിൻ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറഞ്ഞത്. ഇതിൻ്റെ സതേൺ പാർട്ടിൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് കാണപ്പെടുന്നുണ്ട്, അഥവാ ഡൺസ് എന്നാണ് പേര്. ജമ്മു ഡണ്ണും പത്താൻകോട്ട് ഡണ്ണും ഒക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആണ്. ഇത് സതേൺ മോസ്റ്റ് പാർട്ടിലാണ് കാണപ്പെടുന്നതെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ആണ്. ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ഏകദേശം ഈ ഒരു ഭാഗത്തിന് പറഞ്ഞാൽ രവി റിവറിൻ്റെ പിന്നെ ഘാഗ്ര എന്ന് പറഞ്ഞ റിവറിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പോർഷൻ കാണപ്പെടുന്നത്. സോ വെസ്റ്റിൽ രവി ആയിരിക്കും, ഈസ്റ്റിൽ ഘാഗ്ര റിവറിൻ്റെ ട്രിബ്യൂട്ടറിയായ കാളി എന്ന റിവറിൻ്റെയും ഇടയ്ക്കായിരിക്കും ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയസ് കാണപ്പെടുന്നത്. ഇത് ഡ്രെയിൻ ചെയ്യുന്നത് ഇൻഡസിൻ്റെ മെയിൻ റിവർ സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ ഗംഗയുടെയും റിവർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പം ഇൻഡസിൻ്റെയും ഗംഗയുടെയും ട്രിബ്യൂട്ടറീസ് ആണ് ഈ ഒരു ഏരിയ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി എടുക്കുകയാണെങ്കിൽ രവി, ബിയാസ്, സത്ലജ്. ഗംഗയുടെ എടുക്കുകയാണെങ്കിൽ യമുന, ഘാഗ്ര, ഇത് രണ്ടും. ഘാഗ്രയുടെ ട്രിബ്യൂട്ടറിയാണ് നമ്മൾ പറഞ്ഞ കാളി നദി. കാളി ഈസ്റ്റ് സൈഡിലായിരിക്കും കാണപ്പെടുന്നത്, ഈസ്റ്റ് സൈഡിലായിരിക്കും കാളി, വെസ്റ്റ് സൈഡിൽ രവി. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ലഡാക്കിൻ്റെ കോൾഡ് ഡെസേർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇതിൻ്റെ നോർത്തേൺ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു ഏരിയ അത് ലഡാക്കിൻ്റെ കോൾഡ് ഡെസേർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ ഒരു എക്സ്റ്റൻഷൻ്റെ റീജിയനിലാണ് സ്പിതി സബ് ഡിവിഷൻ കാണപ്പെടുന്നത്. ഇത് ലാഹുൽ ആൻഡ് സ്പിതി ഡിസ്ട്രിക്ട്സ് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണുള്ളത്. ഇനി അതുപോലെ തന്നെ ഹിമാലയൻ്റെ 3 പ്രൊമിനൻറ്റ് സെക്ഷൻസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചുണ്ട്, ലെസർ ഹിമാലയൻ റേഞ്ചുണ്ട്, അതുപോലെ തന്നെ ശിവാലിക് റേഞ്ചുണ്ട്. ഈ 3 റീജിയൻസും നമുക്ക് ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ ഹിമാലയസിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ലെസർ ഹിമാലയസിനെ ഹിമാചൽ പ്രദേശിൽ വിളിക്കുന്നത് ധൗലാധർ എന്നാണ്. ലെസർ ഹിമാലയസിനെ ഉത്തരാഖണ്ഡിൽ വിളിക്കുന്നത് നക്തിബ എന്നാണ്. ഓർത്ത് വെക്കുക, ലെസർ ഹിമാലയസിനെ ഹിമാചൽ പ്രദേശിൽ വിളിക്കുന്നത് ധൗലാധർ എന്നും ഉത്തരാഖണ്ഡിൽ വിളിക്കുന്നത് നക്തിബ എന്നുമാണ്. ഈ ഒരു റീജിയൻ്റെ ഫിസിക്കൽ പ്രത്യേകത കൊണ്ട് തന്നെ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് തന്നെ പണ്ട് ബ്രിട്ടീഷുകാർ, അതായത് ഇവിടെ 1000 to 2000 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെയിനായിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ധരംശാല, മസൂരി, ഷിംല, കൗസാനി, പിന്നെ ഇതുകൂടാതെ കൻറ്റോൺമെൻറ്റ് ടൗൺസ്,
പിന്നെ ഹെൽത്ത് റിസോർട്ട്സ്, അതായത് ഷിംല, മസൂരി, കസോലി, അൽമോറ തുടങ്ങിയ ഹെൽത്ത് റിസോർട്ട്, ലാൻഡ്സ്റ്റോൺ, റാനിക്കത്ത് ഇവയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഈ ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിസിയോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഒന്ന് ശിവാലിക്കും, രണ്ടാമത് ഡൺ ഫോർമേഷനുമാണ്. ഡൺ ഫോർമേഷൻ നമ്മൾ നേരത്തെ കണ്ടു. അത് കശ്മീർ ഹിമാലയസിൽ ഡൺസ് സദേൺ മോസ്റ്റ് പാർട്ടിൽ ഡൺസ് ഫോം ചെയ്യുന്നു. ജമ്മു ഡൺ ആൻഡ് പത്താൻകോട്ട് ഡൺ എക്സാമ്പിളാണെന്ന് പറഞ്ഞാൽ സദേൺ മോസ്റ്റ് പാർട്ടിൽ. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശിവാലിക്കും ഡൺ ഫോർമേഷനും ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയസിൽ വേറെയുണ്ട്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡൺസ് നമുക്ക് നോക്കാം. ചണ്ഡീഗഡ് കൽക്ക ഡൺ, നലഗഡ് ഡൺ, ഡെറാഡൺ, ഹരിക്കെ ഡൺ, കോട്ട ഡൺ ഇവയൊക്കെ ഇവിടെ കാണപ്പെടുന്ന ഡൺസാണ്. Dehradun is the largest dun of all duns within an approximate length of 35 to 45 km and a width of 22 to 25 km. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഡൺസിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 35 to 45 കിലോമീറ്ററും ലെങ്ത് ഈസ് 35 to 45 കിലോമീറ്റർ, വിഡ്ത്ത് എന്ന് പറയുന്നത് 20 to 25 കിലോമീറ്റർ ആണ്. ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന ട്രൈബ്സാണ് ഭോട്ടിയാസ് എന്ന് പറയുന്നത്. ഇവ നൊമാഡിക് ഗ്രൂപ്പ്സാണ്, ട്രൈബൽ പീപ്സാണ്. അവർ ബുഗ്യാൽസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അത് സമ്മർ ഗ്രാസ് ലാൻഡ്സ് ആണ്. ബുഗ്യാൽസ് എന്ന് പറയുന്ന അവിടെ കാണപ്പെടുന്ന സമ്മർ ഗ്രാസ് ലാൻഡ്സ് ആണ്. ഹയർ റീച്ചസിൽ കാണപ്പെടുന്ന സമ്മർ ഗ്രാസ് ലാൻഡ്സ് ആണ്. സമ്മർ മന്ത്സിലാണ് അവർ ബുഗ്യാൽസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് വിൻ്റർ ആകുമ്പോഴത്തേക്കും തിരിച്ച് വാലിയിലേക്ക് വരികയും ചെയ്യും. ഒന്നും കൂടിയും പറയാം, ഇവിടെ കാണപ്പെടുന്ന ട്രൈബ്സാണ് ബോട്ടിയാസ് എന്ന് പറയുന്നത്. അവർ സമ്മർ ഗ്രാസ് ലാൻഡ്സ് ആയ ബുഗ്യാൽസിലേക്ക് സമ്മർ സീസണിൽ മൈഗ്രേറ്റ് ചെയ്യും. പിന്നീട് വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും തിരിച്ച് ഇവരുടെ തന്നെ വാലീസിലേക്ക് വരും. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന മെയിൻ ഏരിയ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഇവിടുത്തെ മെയിൻ പിലിഗ്രിമേജ് സെൻറ്റർ എന്ന് പറയുന്നത് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് ആൻഡ് ഹേംകുണ്ട് സാഹിബ്. ഇവിടെ 5 ഫേമസ് പ്രയാഗ്സ് കാണപ്പെടുന്നുണ്ട്. അതായതൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കും, ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ദേവപ്രയാഗ്, കന്നപ്രയാഗ്, നന്ദപ്രയാഗ്, രുദ്രപ്രയാഗ്, വിഷ്ണുപ്രയാഗ് ഇങ്ങനെ 5 മേജർ പ്രയാഗ്സ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ് ആണ്. ഇവ വെസ്റ്റ് സൈഡിൽ നേപ്പാൾ ഹിമാലയസ് കൊണ്ടും ഈസ്റ്റ് സൈഡിൽ ഭൂട്ടാൻ ഹിമാലയസ് കൊണ്ടും ചേർന്നിരിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ചെറുതാണ്, പക്ഷേ എന്നാലും ഭയങ്കര സിഗ്നിഫിക്കൻറ്റ് പാർട്ട് തന്നെയാണ് ഹിമാലയയുടെ. ഇവിടെ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, തീസ്ത പോലുള്ള ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇവിടെ കാണപ്പെടുന്നു. ഈ ഒരു സിക്കിമിൻ്റെ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ തീസ്ത പോലുള്ള ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട്. കൂടാതെ കാഞ്ചൻജംഗ, അതായത് കാഞ്ചനഗിരി പോലുള്ള ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ പീക്സും ഡീപ്പ് വാലീസും ഒക്കെ ഇവിടെ കാണുന്നു. ഹിമാചൽ ഹിമാലയസിലെ ഭോട്ടിയാസ് ആണ് ട്രൈബ്സ് എങ്കിൽ ഇവിടെ കാണപ്പെടുന്ന ട്രൈബൽ പീപ്പിളിൻ്റെ പേരാണ് ലെപ്ച ട്രൈബ്സ്. ഇവർ ഹയർ റീച്ചസിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നോർത്തേൺ പാർട്ടായിരിക്കും. പക്ഷേ സദേൺ പാർട്ടിൽ കാണപ്പെടുന്നതെന്ന് പറയുന്ന ഒരു മിക്സ് ഓഫ് എന്താ പറയുക, നേപ്പാളീസ്, ബംഗാളീസ്, പിന്നെ സെൻട്രൽ ഇന്ത്യയിലെ ട്രൈബ്സ് ഇവരുടെ എല്ലാം കൂടെ മിക്സ് ആയിരിക്കും കാണപ്പെടുന്നത്. കുറച്ചും കൂടെ ഹയർ റീച്ചസിൽ കാണപ്പെടുന്ന ട്രൈബ്സാണ് ലെപ്ച ട്രൈബ്സ്. ഈ റീജിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് സ്ലോപ്പായിരുന്നു. പിന്നെ തിക്ക് സോയിൽ കവർ ഉണ്ട്. ആ സോയിലിൽ തന്നെ നല്ല ഓർഗാനിക് കണ്ടൻറ്റ് അത്യാവശ്യം നല്ലതുണ്ട്. എന്നുവെച്ചാൽ നല്ല കൾട്ടിവേഷനൊക്കെ പറ്റിയതാണ്. പിന്നെ ഭയങ്കര നല്ല ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻഫോളാണ് കിട്ടുന്നത്. ത്രൂ ഔട്ട് ദി ഇയർ കിട്ടുകയും ചെയ്യും. പിന്നെ മൈൽഡായിട്ടുള്ള വിൻറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ടീ പ്ലാന്റേഷൻസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു ഏരിയയിലും അരുണാചൽ ഹിമാലയാസിലും ശിവാലിക് ഫോർമേഷൻ കാണപ്പെടത്തില്ല. അതിന് പകരം ഇവിടെ കാണപ്പെടുന്നതാണ് ദുവാർ ഫോർമേഷൻ. ഇപ്പോൾ ഇവിടെ ശിവാലിക് ഇല്ല, ദുവാർസ് ആണ് കാണപ്പെടുന്നത്. ദുവാർസ് എന്ന് പറഞ്ഞാൽ അലൂവിയൽ ഫ്ലഡ് പ്ലെയിൻ ആയിട്ട് നമുക്ക് പറയാം. നല്ല ഫെർട്ടൈൽ സോയിലായിരിക്കും. അപ്പം ടീ ഗാർഡൻസിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്, ഈ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ റിച്ച് ഫ്ലോറ ആൻഡ് ഫോണ കാണപ്പെടുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഓർക്കിഡ്സും കാണപ്പെടാറുണ്ട്. റോഡോഡെൻഡ്രൺ പോലുള്ള സ്പെഷ്യൽ പ്ലാന്റ്സും കാണപ്പെടാറുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ളത് അരുണാചൽ ഹിമാലയാസ് ആണ്. ഇവിടെ ഭൂട്ടാൻ, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് അരുണാചൽ ഹിമാലയാസ് ഉണ്ട്. ഈ സാങ്പോ എന്ന് പറയുന്ന ബ്രഹ്മപുത്രയ്ക്ക് ടിബറ്റിൽ വിളിക്കുന്ന പേരാണ് സാങ്പോ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒഴുകി വന്ന് നംച ബർബയുടെ അവിടുന്ന് ഒരു 90 ഡിഗ്രി ടേൺ എടുത്തിട്ടാണ് അരുണാചൽ വഴി നമുക്കിവിടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിനെ ബ്രഹ്മപുത്ര എന്ന് വിളിക്കും. അപ്പം ഭൂട്ടാൻ ഹിമാലയസിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ദിബു പാസ്, ഈസ്റ്റിലുള്ള ദിബു പാസിൻ്റെ അവിടെ വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്.
അരുണാചലിൻ്റെ ഒരു ഏകദേശ ഓറിയൻറ്റേഷൻ ഇങ്ങനെയാണെന്നുള്ളതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റിൽ നിന്ന് കയറി, അതായത് ഭൂട്ടാൻ്റെ അവിടെ നിന്ന് കയറി നോർത്ത് ഈസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന രീതിക്കാണ് ശരിക്കും ഇവിടെ ഹിമാലയാസ് കാണപ്പെടുന്നത്. ഇവിടെ കാണുന്ന ഇമ്പോർട്ടൻറ്റ് പീക്സ് എന്ന് പറയുന്നത് കങ്തു ആൻഡ് നംചബർവയാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കാണപ്പെടുന്നുണ്ട്. നോർത്ത് നിന്ന് സൗത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. നംചബർവയുടെ അവിടെ ഒരു ഡീപ്പ് ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത് എൻട്രി ചെയ്യുന്നത് തന്നെ. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് റിവേഴ്സാണ് കമേ, പിന്നെ സുബാൻസേരി, ദിബ, പിന്നെ ലോഹിത്. ഇവയെല്ലാം തന്നെ പെരിനിയൽ റിവേഴ്സ് ആയിരിക്കും. ഹൈ റേറ്റ് ഓഫ് ഉള്ള പെരിനിയൽ റിവേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇയർ ലോങ് ഫ്ലോ ഉണ്ടാകുന്ന റിവേഴ്സിനെ പറയുന്ന പേരാണ് പെരിനിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ ഇവിടെയുള്ള റിവേഴ്സിൽ വെള്ളം ഉണ്ടാകും. ഇവിടെ ധാരാളം എത്നിക് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കാണപ്പെടുന്നുണ്ട്. ഇവയിൽ ഇമ്പോർട്ടൻറ്റ് വൺസ് എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മോൻപ, അബോർ, മിസ്മി, നിഷി, നാഗാസ് പേര് പോലെ തന്നെ നാഗാലാൻഡിൽ കാണപ്പെടുന്നതാണ്. അവർ ഏരിയയിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇവിടെയുള്ള കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ ജം കൾട്ടിവേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓർ സ്ലാഷ് ആൻഡ് ബൺ കൾട്ടിവേഷൻ എന്ന് പറയാറുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് കൃഷി ചെയ്തു, ഒരു ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്തു എന്ന് വെച്ചോ, അത് കഴിഞ്ഞ് അവരുടെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അവിടെ പിന്നെയും കത്തിച്ച് നശിപ്പിക്കും. അല്ലാണ്ട് പിന്നെയും സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അങ്ങനെ കൂടുമെന്നാണ് അവർ പറയുന്നത്. പിന്നീട് അവർ പുതിയ സ്ഥലം നോക്കും, അവിടെ ഡിഫോറസ്റ്റേഷൻ നടത്തുക, അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡ് ക്ലിയർ ചെയ്യുക, പിന്നെ അവിടെ പുതിയതായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇതുപോലെ തന്നെ കത്തിക്കുക. ആ ഒരു ഏരിയ പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുക. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് ജം കൾട്ടിവേഷൻ അഥവാ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയയാണ്. അത് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസാണ്, ഇവിടെ തന്നെ കാണപ്പെടുന്ന കമ്മ്യൂണിറ്റീസാണ് ഇത് പ്രിസർവ് ചെയ്യുന്നത്. പിന്നെ റഗ്ഡ് ടോപ്പോഗ്രഫി ആയതുകൊണ്ട് തന്നെ ഇൻ്റർവാലി ട്രാൻസ്പോർട്ടേഷനൊക്കെ പാടാണ്. അപ്പോൾ ഇവിടെയുള്ള ദുവാ റീജിയൻസ് വഴിയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇതാണ് ദിഹാങ് റിവർ, ലോഹിത് റിവർ, ഇതൊക്കെ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്. പിന്നെ ബ്രഹ്മപുത്രയിലേക്ക് കയറുന്നു. നെക്സ്റ്റ് ഈസ് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടൻസ്. ഇത് ഹിമാലയൻ മൗണ്ടൻ്റെ തന്നെ പാർട്ടാണ്. പക്ഷേ ഇവിടെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് റീജിയൻ ആയിരിക്കും. അതായത് ഏകദേശം ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോർത്ത് നിന്ന് സൗത്തിലേക്കുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. എനിക്ക് ലോക്കൽ ഒരുപാട് പേരുണ്ട്. പട്കായ്ബം, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് എന്നൊക്കെയാണ് നോർത്ത് ഏരിയയിൽ ഇവയെ വിളിക്കുന്നത്. പട്കായ്ബം, നാഗ ഹിൽസ്, ഇത് ഒരു നോർത്ത് ഭാഗത്തായിട്ട് ഇവരെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ മണിപ്പൂർ ഹിൽസ് ഉണ്ട്. ഇനി സൗത്ത് റീജിയനുള്ളത് മിസോ ഹിൽസാണ്. മിസോറാമിലുള്ള മിസോ ഹിൽസാണുള്ളത്. അതിനെ വിളിക്കുന്ന വേറൊരു പേരിൽ നിന്ന് ലുഷായ് ഹിൽസ് എന്നാണ്. ലുഷായ് ഹിൽസ്. ഇതൊക്കെ ചെറിയ ചെറിയ ഹിൽസ് തന്നെയാണ്. ഇവിടെയും ഇതുപോലെ ട്രൈബൽ ഗ്രൂപ്പ്സാണ് കാണപ്പെടുന്നത്. ഇവരും ജം കൾട്ടിവേഷൻ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ബേസിക്കലി നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള സ്റ്റേറ്റ്സിലുള്ള ട്രൈബൽസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ജം കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇനിയും ഓരോ റേഞ്ചസിൻ്റെ ഇടയ്ക്കും ചെറിയ ചെറിയ റിവേഴ്സ് കാണപ്പെടുന്നുണ്ട്. മണിപ്പൂരിലും മിസോറാമിലും കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിവറാണ് ബരാക് എന്ന് പറയുന്ന ബരാക് റിവർ. ഈ മണിപ്പൂരിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോക്താക് ലേക്ക് എന്ന് പറയുന്ന ലേക്കുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ലേക്കാണ്. അതിന് ചുറ്റും മൗണ്ടെയ്ൻസ് കാണപ്പെടുന്നുണ്ട്. ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫുംഡീസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് വെജിറ്റേഷൻസ് ഒക്കെ ഇവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ഈ ലേക്കിൽ. ഇവിടെയാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് കാണപ്പെടുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന നാഷണൽ പാർക്കാണ്. ഒരു ഏരിയയിൽ ആ ഒരു ലേക്കിൽ ഫ്ലോട്ട് ചെയ്താണ് കാണപ്പെടുന്നത്. ഇത് റംസാർ സൈറ്റിലും ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്താക് ലേക്കിനെ റംസാർ സൈറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോൺട്രേക്സ് റെക്കോർഡിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിവേസ് മണിപ്പൂരിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഫുംഡീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിസോറാമിനെ അറിയപ്പെടുന്നത് മൊളാസിസ് ബേസിൻ എന്നാണ്. ഇവിടെ ആ സോഫ്റ്റ് അൺകോൺസോളിഡേറ്റഡ് ഡിപ്പോസിറ്റ്സ് കാണപ്പെടുന്നു. മിസോറാമിനെയാണ് മൊളാസിസ് ബേസിൻസ് എന്ന് പറയുന്നത്. നാഗാലാൻഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറിയുടെ ഭാഗമായാണ് വരുന്നത്. സോ നാഗാലാൻഡ് അവിടെയുള്ള റിവേഴ്സ് എല്ലാം ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറീസ് ആയിരിക്കും. ബരാക് എന്ന് പറയുന്ന മണിപ്പൂരിലും മിസോറാമിലും കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് റിവറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ട്രിബ്യൂട്ടറീസ് ആയിരിക്കും ഈ ഒരു റീജിയനിലൂടെ ഫ്ലോ ചെയ്യുന്നത്. മിസോറാമിലും മണിപ്പൂരിലും കൂടെ ഫ്ലോ ചെയ്യുന്നത് ബരാക് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിരിക്കും. ബരാക് റിവർ എന്ന് പറയുന്നത് മേഘ്ന എന്ന് പറയുന്ന റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടാണ് പറയുന്നത്. സ്റ്റേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അരുണാചൽ പ്രദേശ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയാണ്. ഇവിടെ കാണപ്പെടുന്നത് ആസാം, ദിസ് ഈസ് ആസാമിൻ്റെ ഏരിയ. പിന്നെ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. ബ്രഹ്മപുത്ര ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്.
നാഗാലാൻഡ് ഇതിനോട് ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നാഗാലാൻഡിലുള്ള മെയിൻ റിവേഴ്സ് എന്നൊക്കെ പറയുന്നത് ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറീസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. പക്ഷേ മിസോറാമും മണിപ്പൂരും എടുക്കുമ്പോഴത്തേക്കും വലിയ ബന്ധം ബ്രഹ്മപുത്രമായിട്ട് കാണുന്നില്ല, കാരണം ഇതിങ്ങനെ ഒഴുകി ഇതുവഴി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് ബരാക് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ മേഘ്ന എന്ന് പറയുന്ന റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. ഇനി മണിപ്പൂരിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് കാണപ്പെടുന്ന ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് ഇത് മ്യാൻമാറാണ്. ഇത് കാണാൻ പറ്റുമല്ലോ, ഇത് മ്യാൻമാർ ആണ്, നമ്മുടെ നെയ്ബറിങ് കൺട്രിയാണ്. സോ മ്യാൻമാറിൻ്റെ ഒരു റിവറുണ്ട് ചിന്ദ്വിൻ എന്ന് പറഞ്ഞ, ചിന്ദ്വിൻ റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിരിക്കും ഇതുവഴി ഒഴുകുന്നത്. മണിപ്പൂരിൻ്റെ ഈസ്റ്റ് ഭാഗത്തോടെ ഒഴുകുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് ചിന്ദ്വിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിരിക്കും. ഈ ചിന്ദ്വിൻ എന്ന് പറയുന്നത് മ്യാൻമാറിലെ മെയിൻ റിവറായ ഇറാവതി എന്ന് പറയുന്ന റിവറുണ്ട്, അതിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. അതിൻ്റെ ഈ ചിന്ദ്വിനിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് മണിപ്പൂരിൻ്റെ ഈ സൈഡിൽ കൂടെ ഒഴുകുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് നോർത്തേൺ പ്ലെയിൻസ് നോക്കാം. നോർത്തേൺ പ്ലെയിൻസ് ഉണ്ടായിരിക്കുന്നത് ഇൻഡസിൻ്റെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും അലുവിയൽ ഡിപ്പോസിറ്റ്സ് വന്നിട്ടാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര എവിടെയാണെങ്കിൽ ഇൻഡസ് ഗംഗ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ബ്രഹ്മപുത്ര ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും. സോ ഇതിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3200 കിലോമീറ്ററാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് പ്ലെയിൻ. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ്, ഇൻഡസിൻ്റെ ഒരു ഏരിയ, പിന്നെ ബ്രഹ്മപുത്രയുടെ ഏരിയ, പിന്നെ ഗംഗയുടെ മെയിൻ ഏരിയ, ഇങ്ങനെയാണ് പ്ലെയിൻ ഉണ്ടാകുന്നത്. സോ വെസ്റ്റ് ഈസ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ്. 3200 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന റീജിയനാണ്. ഇനി പ്ലെയിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 to 300 കിലോമീറ്റർ ആണ്. ഇനി ഡെപ്ത് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡെപ്താണ് കൂടുതൽ, ശരിക്കും 1000 to 2000 മീറ്ററാണ് എൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 150 to 300 കിലോമീറ്റർ, ഡെപ്ത് എന്ന് പറയുന്നത് 1000 to 2000 മീറ്റർ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 3200 കിലോമീറ്ററാണ്. സപ്പോസ് ഇപ്പോൾ ഇതാണ് പ്ലെയിൻ ഉണ്ടെങ്കിൽ നമുക്കിതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബാബർ, തറായ്, അലോവിയൽ, ഇങ്ങനെ 3 പ്ലെയിനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ചോ. അപ്പം ഇത് മേ ബി ബാബർ, ദിസ് ഈസ് തറായ്, ദിസ് ഈസ് അലോവിയൽ. ഇനി അലോവിയൽ പ്ലെയിനെ നമുക്ക് പിന്നെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഖാദർ എന്നും ഭാങ്കർ എന്നും പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഖാദർ എന്ന് പറയുന്നത് ശരിക്കും ന്യൂ ഡിപ്പോസിറ്റ്സ് വന്നു ചേരുന്ന പോർഷനെയാണ് ഖാദർ എന്ന് പറയുന്നത്. ഭാങ്കർ എന്ന് പറയുമ്പം അത് ഓൾഡ് ഡിപ്പോസിറ്റ്സ് ആണ്, രണ്ടും തമ്മിൽ മാറിപ്പോരുത്. ഭാങ്കർ എന്ന് പറയുമ്പം ഓൾഡ് ഡിപ്പോസിറ്റ് ആണ് വരുന്നത്, ഖാദർ എന്ന് പറയുമ്പോൾ ന്യൂ ഡിപ്പോസിറ്റ് ആണ് വരുന്നത്. നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബാബർ നോർത്തിൽ, പിന്നെ തറായ്, പിന്നെ അലോവിയൽ സൗത്തിൽ. അലോവിയലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? ഖാഡറും ബാങ്കറും. ബാങ്കറാണ് ഓൾഡസ്റ്റ് എന്ന് പറയുന്നത്, ഖാഡർ എന്ന് പറയുന്നത് ന്യൂ ആണ്, അത് നമ്മൾ പറഞ്ഞു. ബാബർ എന്താ? ബാബർ ആദ്യം പറഞ്ഞു. ബാബർ എന്ത്? നോർത്തേൺ മോസ്റ്റ് പോയിന്റുള്ള ബാബർ എന്താണെന്ന് നോക്കാം. അതൊരു നാരോ ബെൽറ്റാണ്. 8 to 10 കിലോമീറ്റർ ശിവാലിക് ഫുഡ് ഹിൽസിനെ പാരലായിട്ട് റൺ ചെയ്യുന്ന ഒരു നാരോ ബെൽറ്റ് റീജിയനാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഹെവി ഡെപ്പോസിറ്റ്സ് കാണപ്പെടാം. ഹെവി മെറ്റീരിയൽസിനെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. മൗണ്ടൻസിൽ നിന്ന് വരുന്ന സ്ട്രീംസ് ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ഇനിയും അതിൻ്റെ സൗത്തിലായിട്ടാണ്, ലൈക്ക് ബാബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗത്തിലായിട്ടാണ്, തൊട്ട് താഴെയാണ് തറായ് ബെൽറ്റ് കാണപ്പെടുന്നത്. തറായ് ബെൽറ്റ് അതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 10 to 20 കിലോമീറ്റർ ആണ്. ഇതിന് വിട്ട് കുറച്ച് കുറവാണ്, 8 to 10 ആണെങ്കിൽ തറായ്ക്ക് 10 to 20 കിലോമീറ്റർ ആണ് അതിൻ്റെ വിട്ട് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർലി ഡിമാർക്കറ്റഡ് ചാനലൊന്നും ഇവിടെ കാണത്തില്ല. റിവേഴ്സ് എൻട്രി ചെയ്യും, പിന്നെ ചിലപ്പോൾ ഡിസ്പെയർ ആവും, റീഎമേർജ് ചെയ്യും, ഇങ്ങനെയാണ് ഇവിടെ കാണപ്പെടുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ മാർഷി ആൻഡ് സ്വാമ്പി കണ്ടീഷൻസ് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തറായ് എന്ന പേര് വരുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ ഇവിടെ നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇനിയും തറായിയുടെ സൗത്ത് റീജിയനിലാണ് കാണപ്പെടുന്നത് ഓൾഡ് ആൻഡ് ന്യൂ അലേവിയൽ ഡെപ്പോസിറ്റ്സ് കാണപ്പെടുന്നത്. അതിനെ പറയുന്ന പേരാണ് ഭാങ്കറും ഖാഡർ എന്ന് പറയുന്നത്. ഖാഡർ എന്താണ്? ഖാഡർ ഇസ് എ ന്യൂ ഡെപ്പോസിറ്റ്സ്. ബാങ്കർ എന്ന് പറയുന്നത് ഓൾഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി മെച്യൂർ സ്റ്റേജാണ്. മെച്യൂർ സ്റ്റേജ് ഓഫ് അലേവിയൽ ഇറോഷനാണ്. കാരണം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കും. മറ്റേതിനൊക്കെ ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് ഡിപ്പോസിറ്റഡായി വന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം പ്രത്യേകതകളായിട്ടുള്ള സാൻഡ് ബാർസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, നമ്മൾ പറഞ്ഞു മിയാൻഡേഴ്സ് എന്നൊക്കെ പറയുന്നത് മെച്യൂർ ഫേസിൽ കാണപ്പെടുന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മിയാൻഡേഴ്സ് പിന്നീട് മെയിൻ സ്ട്രീമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഓക്സ്ബോ ലേക്ക് പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ലേക്ക് ഇവിടെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇതൊക്കെ മെച്യൂർ സ്റ്റേജ് ഓഫ് റിവറിന് കാണപ്പെടുന്നതാണ്. ഇത് ഈ ഒരു ഓൾഡ് ആൻഡ് ന്യൂ അലേവിയൽ ഡെപ്പോസിറ്റ് ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ബ്രഹ്മപുത്ര പ്ലെയിനിൽ അവരുടെ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു റിവറൈൻ ഐലൻഡ്സും സാൻഡ് ബാർസും ഒക്കെ കാണപ്പെടാറുണ്ട്.
മജൂലി ഐലൻഡ് ഈസ് ഇൻ ആസാം. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് എന്നൊക്കെ പറയുന്നത് ഓഷ്യാനിക് ഐലൻഡാണ്, ഓഷ്യൻ്റെ ഏരിയയിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു റിവർ, ബ്രഹ്മപുത്ര പോലുള്ള റിവറിൽ നിന്നും ഫോം ചെയ്തെടുക്കുന്ന ഐലൻഡാണ് മജൂലി എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് റിവറൻ ഐലൻഡാണ് മജൂലി ഐലൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ആസാം. പിന്നെ ഇവിടുന്ന് വരുന്ന ഇവിടുത്തെ റിവേഴ്സിൻ്റെ മൗത്ത് എന്ന് പറയുന്നത്, അതായത് റിവർ മൗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീ ആണെങ്കിൽ റിവർ വന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടേക്ക് വരുന്നതാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്പ്ലിറ്റപ്പ് ആയിട്ട് പല ഒരു ഏരിയയിൽ കൂടെ ജോയിൻ ചെയ്ത് സീയിലേക്ക് വരുന്നു. അങ്ങനെ കാണുന്നത് ഡെൽറ്റാസ് ആണ്. സോ അതുപോലെ കാണപ്പെടുന്ന ഒരു ഫേമസ് ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ഒരുപാട് മാംഗ്രൂവ്സ് ഒക്കെ കാണപ്പെടുന്ന ഏരിയയാണ്. ഇതല്ലെങ്കിൽ നോർമൽ ഒരു ഫീച്ചർലെസ് പ്ലെയിനായിട്ട് മാത്രമേ കാണപ്പെടുള്ളൂ. 50 to 150 മീറ്റർ സീ ലെവലിന് മുകളിൽ നിൽക്കുന്ന ഒരു ഫീച്ചർലെസ് പ്ലെയിനായിട്ടേ കാണുന്നു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ റിവർ മൗത്തിൻ്റെ അവിടെ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്, റിവേഴ്സ്. ഇനി അതുപോലെ തന്നെ ഇൻഡസ് ആൻഡ് ഗംഗ റിവർ സിസ്റ്റത്തിൻ്റെ ഒരു വാട്ടർ ഡിവൈഡായിട്ട് നിൽക്കുന്നതാണ് ഹരിയാനയും ഡൽഹി. ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗംഗയുടെ റീജിയൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഡസിൻ റീജിയൻ. അപ്പോൾ ഇവിടെയാണ് ഹരിയാന ഡൽഹി വരുന്നതുകൊണ്ട് ഒരു വാട്ടർ ഡിവൈഡായിട്ട് രണ്ടിനെയും സ്പ്ലിറ്റാക്കി വിടുന്നത്. ഇനി ബ്രഹ്മപുത്ര എൻട്രി നമ്മൾ പറഞ്ഞു. നംചബർബാൻഡ് അവിടുന്ന് അരുണാചലിലേക്ക് കയറിയിട്ട് ഇങ്ങനെയാണ് ഒഴുകി വരുന്നത്. ബ്രഹ്മപുത്ര അരുണാചൽ വഴി എൻട്രി ചെയ്തിട്ടാണ് വരുന്നത്. സുന്ദർബൻ ഡെൽറ്റാസ് കാണപ്പെടുന്ന ഈ ഒരു ഏരിയയിലാണ്, വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് കാണപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റ. ബ്രഹ്മപുത്ര ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന പോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നിട്ട് പിന്നെ സൗത്ത് വെസ്റ്റിൽ നിന്ന് ഒരു ബംഗ്ലാദേശിലേക്ക് കയറുന്നതിന് മുന്നേ ഇങ്ങോട്ട് കയറുന്നത്. വിച്ച് മീൻസ് ഒരു 90 ഡിഗ്രി ടേൺ എടുക്കും ധൂബ്രിയുടെ അവിടെ വെച്ച്. ഇനി റിവർ വാലി പ്ലെയിൻസ് എല്ലാം തന്നെ ഡിപ്പോസിഷൻസ് ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ, ഫെർട്ടൈൽ അലുവിയൽ സോയിൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്രോപ്സ്, വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട് ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി ഓഫ് ക്രോപ്സ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാർജ് പോപ്പുലേഷൻ ഇവിടെ കാണപ്പെടുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. റിവർ പ്ലെയിൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ റിവർ പ്ലെയിൻസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 150 മീറ്റർ മുതലാണ് ഇത് തുടങ്ങുന്നത്, പെനിൻസുലർ പ്ലേറ്റ് തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഏകദേശം 600 to 900 മീറ്റർ വരെ പോകാറുണ്ട്. അങ്ങനെ കാണപ്പെടുന്ന ഒരു ഇറഗുലർ ട്രയാങ്കിളാണ്, ഇങ്ങനെ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇതാണ് നമ്മൾ പെനിൻസുലർ പ്ലേറ്റ് എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ഡൽഹി റിഡ്ജാണ്. ഇനിയും ഈസ്റ്റേൺ പാർട്ടിൽ രാജ്മഹൽ ഹിൽസ് കാണപ്പെടുന്നു, അതായത് നമ്മുടെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആ ഒരു ഏരിയ. ഇനിയും വെസ്റ്റേൺ പാർട്ടിൽ ഗിർ റേഞ്ച്, ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റ്, ഗിർ റേഞ്ച് കാണപ്പെടുന്നു. പിന്നെ സൗത്തിലായിട്ട് കാർഡമം ഹിൽസും കാണപ്പെടുന്നു. നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നോർത്ത് ഈസ്റ്റേൺ പ്ലെയിൻസിലുണ്ട്. നോർത്ത് ഈസ്റ്റേൺ പ്ലെയിൻസ്, അപ്പം അവിടെ ഒരു മാൽദ ഫോൾട്ട് വന്നിട്ടാണ് രണ്ടും സെപ്പറേറ്റഡ് ആയി പോയതെന്ന് പറഞ്ഞു. ചോട്ടനാഗ്പൂർ അപ്പ് പ്ലേറ്റോ കഴിഞ്ഞിട്ട് പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെ ഒരു മാൽദ ഫോൾട്ട് വന്നു. പിന്നീടാണ് ശരിക്കും നോർത്ത് ഈസ്റ്റേൺ പ്ലെയിനും പെനിൻസുലർ പ്ലേറ്റും മെയിൻ ലാൻഡും സെപ്പറേറ്റ് ആയി കിടക്കുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഷില്ലോങ്ങിലും പിന്നെ കർബി ആംഗ്ലോങ്ങിലുമാണ്. കർബി ആംഗ്ലോങ് ഈസ് ഇൻ ആസാം ആൻഡ് ഷില്ലോങ് ഈസ് ഇൻ മേഘാലയ. ഒന്നും കൂടെ പറയാം. ഇതിപ്പം ഒരു ഇറഗുലർ ഷേപ്ഡ് ട്രയാങ്കിൾ ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഭാഗത്ത് ഗിർ റേഞ്ച് ആയിരിക്കും, ഈസ്റ്റേൺ ഭാഗത്ത് രാജ്മഹൽ ഹിൽസ് ആയിരിക്കും. കാർഡമം ഹിൽസ് സദേൺ പാർട്ടിൽ, നോർത്ത് വെസ്റ്റേൺ പാർട്ടിലായിട്ട് ഡൽഹി റിഡ്ജ് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മെയിൻലാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്നുള്ള എക്സ്റ്റൻഷനാണ്, അരുണാചലിലുള്ള എയർ എക്സ്റ്റൻഷനാണ്. അവിടെ എന്ന് പറയുന്നത് ഷില്ലോങ്ങും കാർബി ആംഗ്ലോങ്ങും കാണപ്പെടുന്നു. ഈ ഒരു ഏരിയ നോർത്ത് വെസ്റ്റേൺ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ബ്ലാക്ക് സോയിൽ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അവിടെ കോട്ടൺ കൾട്ടിവേഷന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സോയിലാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ധാരാളം ചെറിയ ചെറിയ പ്ലേറ്റ്യൂസ് കാണപ്പെടുന്നുണ്ട്. അതായത് ഹസാരിബാഗ് പ്ലേറ്റു, പലാമു പ്ലേറ്റു, റാഞ്ചി പ്ലേറ്റു, മാൽവ പ്ലേറ്റു, കോയമ്പത്തൂർ പ്ലേറ്റു, പിന്നെ കർണാടക പ്ലേറ്റു, ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്യൂസ്, പാറ്റേൺ പ്ലേറ്റ്യൂസ് എന്ന് പറയും, ഇതിവിടെ ധാരാളം കാണപ്പെടുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ പെനിൻസുലർ പ്ലേറ്റു ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സ്റ്റേബിൾ ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹിമാലയസും മൗണ്ടൻസും ഒക്കെ എന്ന് പറയുന്നത് യൂത്ത്ഫുൾ സ്റ്റേജിലുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു, ഫോൾട്ട് കൊണ്ടുണ്ടായതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ലാൻഡ് ഫോമാണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കായിരിക്കും ഇതിൻ്റെ ജനറൽ എലിവേഷൻ വരിക. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കായിരിക്കും ജനറൽ എലിവേഷൻ. ഇനി റിവേഴ്സിൻ്റെ ഫ്ലോയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിവേഴ്സാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത്. ഇവിടെ ഒഴുകുന്ന റിവേഴ്സ് ഒന്നുകിൽ അറേബ്യൻ സീയിൽ പോയി പതിക്കും. ഇവിടെ ബേ ഓഫ് ബംഗാൾ, ഇവിടെ അറേബ്യൻ സീ ആണല്ലോ. സോ ഒന്നുകിൽ ഇവിടേക്ക് വരും, ഒന്നുകിൽ ബേ ഓഫ് ബംഗാളിലേക്ക് പോകും. സോ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണെങ്കിൽ ഡെൽറ്റാസ് ഫോം ചെയ്യിക്കും. റിവേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടോൾസ്, ബ്ലോക്ക് മൗണ്ടെയ്ൻസ്, റിഫ്റ്റ് വാലീസ്, വർമിംഗ് സ്പേർസ്, ബെയർ റോക്കി സ്ട്രക്ചേഴ്സ്, സീരീസ് ഓഫ് ഹുമുക്കി ഹിൽസ് ആൻഡ് വോൾ ലൈക്ക് ക്വാർട്സൈറ്റ് ഡൈക്സ് ഓഫറിങ് നാച്ചുറൽ സൈറ്റ്സ് ഫോർ ദ വാട്ടർ സ്റ്റോറേജ്. ഈ ക്വാർട്സൈറ്റ് ഡൈക്സ് ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ സ്റ്റോറേജ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ഏരിയയിൽ നാച്ചുറൽ സൈറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഉള്ളതാണ്, അവിടെ സ്റ്റോർ ചെയ്യപ്പെടും വെള്ളം. ഈ ടോൾസ് എന്നൊക്കെ പറയുന്നത് റോക്കിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ തന്നെയാണ്. ഇനിയും വെസ്റ്റേൺ ആൻഡ് നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ബ്ലാക്ക് സോയിലിൻ്റെ നല്ല പ്രസൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ബ്ലാക്ക് സോയിലിന് നല്ല പ്രസൻസ് ഉണ്ട്. പിന്നെ ചില സമയത്ത് ഇത് അപ്ലിഫ്റ്റഡ് ആകും, ചില സമയത്ത് സബ്മർജ്ഡ് ആകും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ള കുറച്ച് ക്രസ്റ്റൽ ഫോൾട്ടിങ്ങും ഫ്രാക്ചേഴ്സൊക്കെ ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഭീമ ഫോൾട്ട് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ഭീമ ഫോൾട്ടിൽ സീസ്മിക് ആക്ടിവിറ്റീസ് ഫീൽ ചെയ്യപ്പെട്ടിരുന്നു. ഈ ചാമ്പൽ വാലിയുടെ ഒരു മെയിൻ പ്രത്യേകതയാണ് ഈ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. മധ്യപ്രദേശിലാണ് മെയിനായിട്ടും ചാമ്പൽ വരുന്നത്. ചാമ്പലിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ മൊറേന ബിന്ദുക്ക് മധ്യപ്രദേശിലാണ്. ചാമ്പലിൻ്റെ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം ചെയ്യും. ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്നാണ് അതിനെ പറയുന്നത്. ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി അതെന്ന് പറയുന്നത് ഒരു ഇറോഷണൽ ലാൻഡ് ഫോം ഫീച്ചറാണ്. ഇറോഷണൽ ലാൻഡ് ഫോം ഫീച്ചറാണ്. ഒരുപാട് ഇറോഷൻ നടന്നു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ലാൻഡ് ഫോമാണത്. അപ്പോൾ പെനിൻസുലർ പ്ലേറ്റു നമുക്ക് 3 കാറ്റഗറിയായിട്ട് തിരിക്കാൻ പറ്റും. ഡെക്കാൻ പ്ലേറ്റു, സെൻട്രൽ ഹൈലാൻഡ്, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു. ഡെക്കാൻ പ്ലേറ്റു ഏകദേശം ഈ ഒരു ഭാഗമാണ് വരുന്നത്. നമുക്കറിയാം ഇവിടെ വെസ്റ്റ് ഭാഗത്ത് വെസ്റ്റേൺ ഗഡ്സ് ഉണ്ട്, ഇവിടെ ഈസ്റ്റേൺ ഗഡ്സ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററായിട്ടാണ് ഡെക്കാൻ പ്ലേറ്റു വരുന്നത്. ഇവിടെ ആരവല്ലി റേഞ്ചസ് ഉണ്ട്, ഇവിടെ ചോട്ടനാഗ്പൂർ പ്ലേറ്റു. ഒരു ഇറഗുലർ പ്ലേറ്റു ആണ്. നമുക്ക് ഫിഗർ കാണുമ്പോഴേ മനസ്സിലാവും. അത് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി പ്ലേറ്റു ഫോർമേഷൻ ആണെന്ന് വിചാരിക്കരുത്. നോർത്തിലായിട്ട് ഇവിടെ സത്പുര റേഞ്ചസ് ഉണ്ട്. മൈക്കൽ മഹാദിയൊക്കെ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ദെൻ ഇവിടെ ചോട്ടനാഗ്പൂർ പ്ലേറ്റും ഉണ്ട്. സോ ബോർഡർ ചെയ്തിരിക്കുന്ന വെസ്റ്റേൺ ഗഡ്സ് വെസ്റ്റ് ഭാഗത്തും ഈസ്റ്റേൺ ഗഡ്സ് ഈസ്റ്റിലും, പിന്നെ സത്പുര, മൈക്കൽ, മഹാദേവ് ഹിൽസ് നോർത്തിലും ഉണ്ട്. വെസ്റ്റേൺ ഗഡ്സിനെ ഇവിടെ പല നെയിമിലാണ് അറിയപ്പെടുന്നത്. സഹ്യാദ്രി എന്ന് മഹാരാഷ്ട്രയിൽ വിളിക്കും. മഹാരാഷ്ട്രയിൽ വെസ്റ്റേൺ ഗഡ്സിനെ വിളിക്കുന്ന പേര് സഹ്യാദ്രി എന്നാണ്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന് വിളിക്കും, കർണാടകയിലും തമിഴ്നാട്ടിലും വിളിക്കുന്ന നീലഗിരി എന്നാണ്. കേരളത്തിൽ 2 പേരിൽ അറിയപ്പെടും. ഒന്ന് ആനമല എന്ന് വിളിക്കും, കാർഡമം ഹിൽസ് എന്ന് വിളിക്കും. ഈസ്റ്റേൺ ഗഡ്സിനേക്കാൾ കുറച്ചും കൂടെ എലിവേഷൻ കൂടുതലാണ്, കണ്ടിന്യൂസും കൂടുതൽ, മോർ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് റേഞ്ചസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു റേഞ്ചിൽ തന്നെ കാണപ്പെടുന്നുണ്ട് വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, വെസ്റ്റേൺ ഗഡ്സ് ഒറ്റ റേഞ്ചിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. പിന്നെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വരും തോറും ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് വരുവാണ്. ഒന്നുകൂടെ പറയാം, വെസ്റ്റേൺ ഗഡ്സിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വരും തോറും കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഗുജറാത്തിൽ നിന്നും കേരളത്തിലോട്ട് വരുന്നു, ഗുജറാത്ത് ആ ഒരു ഏരിയയിൽ നിന്നും കേരളത്തിലോട്ട് വരും തോറും, സൗത്തിലേക്ക് വരും തോറും അതിൻ്റെ എലിവേഷൻ ഹൈറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇവിടെയുള്ള മലനിരകൾക്കായിരിക്കും കുറച്ചും കൂടെ പൊക്കം കൂടുതൽ. ആവറേജ് എലിവേഷൻ എത്രയാണ്? 1500 മീറ്ററാണ് ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗഡ്സിൻ്റെ. ഇനിയും ഹയസ്റ്റ് പീക്ക് ഓഫ് വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആനമുടിയാണ്. ആനമുടിയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ പീക്ക് എന്ന് പറയുന്നത്. 2695 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഗഡ്സിൻ്റെ പീക്ക് എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് എന്ന് പറയുന്നത് ആനമുടിക്കാണ്. അതെവിടെയാണ്? ആനമല ഹിൽസാണ്. ആനമല എന്ന് വിളിക്കുന്നത് ഏതാണ്? ആനമല എന്നും കാടമ ഹിൽസ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലാണ് വെസ്റ്റേൺ ഗഡ്സിന്. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ദൊഡ്ഡാപേട്ട പീക്കാണ്. അത് കർണാടകയിലാണ്. നീൽഗിരി ഹിൽസിലാണ് ഇത് കാണപ്പെടുന്നത്. ദൊഡ്ഡാപേട്ട പീക്ക് 2637 കിലോമീറ്ററാണ് ദൊഡ്ഡാപേട്ടയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. കിലോമീറ്റർ അല്ല, മീറ്റർ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ആനമലയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2695 മീറ്റർ, 2695 മീറ്ററാണ് ആനമുടി ഹിൽസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി പെനിൻസുലർ റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഗഡ്സ് എന്നാണ്. ഈസ്റ്റേൺ ഗഡ്സ് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ ഗഡ്സിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഡിസ്കണ്ടിന്യൂസ് ആൻഡ് ലോ ഹിൽസാണ്. ഇറോഷൻ ഒരുപാട് ഉള്ള ഹിൽസാണ്. ഹൈലി ഇറോഡഡ് ആണ്. കാരണം അവിടെ ഒരുപാട് റിവേഴ്സ് ഉണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയൊക്കെ ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കാൻ ഒഴുകുന്നത് ഈസ്റ്റേൺ ഗഡ്സൺ റീജിയനിൽ കൂടിയാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയൊക്കെ ഒഴുകുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പം അതിനനുസരിച്ച് അവിടെ ഒരുപാട് ഇറോഷണൽ ഫീച്ചേഴ്സ് വരും. അതുകൊണ്ട് തന്നെ ഡിസ്കണ്ടിന്യൂസ് ആണ് ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡെക്കാൻ പ്ലേറ്റിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് പീക്സ് എന്ന് പറയുന്നത് ജാവരി ഹിൽസ്, പാൽക്കൊണ്ട, നല്ലമല, മഹേന്ദ്രഗിരി. ഇതൊക്കെ ഡെക്കാൻ പ്ലേറ്റിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് ഹിൽ റേഞ്ചസ് ആണ്. ഇതാണ് ജാവടി, പാൽക്കൊണ്ട, നല്ലമല, വെൽക്കൊണ്ട, പിന്നെ മഹേന്ദ്രഗിരി ഹിൽസ്. ഇതൊക്കെ ഡെക്കാൻ പ്ലേറ്റിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് ഹിൽ റേഞ്ചസ് ആണ്. ഏറ്റവും താഴെയാണ് ജാവടി, പിന്നെ പാൽക്കൊണ്ട, വെൽക്കൊണ്ട, നല്ലമല, മഹേന്ദ്രഗിരി. ഇനിയും
വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത്. ഇവിടെ വെസ്റ്റേൺ ഗട്ട്സും ഇവിടുത്തെ ഈസ്റ്റേൺ ഗട്ട്സും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത്. നീലഗിരി ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ദൊഡ്ഡാപേട്ട പീക്കാണ്. അത് സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് വെസ്റ്റേൺ ഗട്ട്സിലെ. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ആനമല ഹിൽസിലുള്ള ആനമുടിയാണ്. നെക്സ്റ്റ് സെൻട്രൽ ഹൈലാൻഡാണ്. സെൻട്രൽ ഹൈലാൻഡ് എടുക്കുമ്പോഴത്തേക്കും വെസ്റ്റിൽ ആരവല്ലി റേഞ്ചും സൗത്തിൽ സത്പുര റേഞ്ചും ഉള്ളൊരു സീരീസ് ഓഫ് സ്കാർപ്ഡ് പ്ലേറ്റ്യൂസ് ആണ്. മീൻ സീ ലെവലിൽ നിന്ന് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എലിവേഷൻ എന്ന് പറയുന്നത് 600 to 900 മീറ്റർ ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഡെക്കാൻ പ്ലേറ്റൂൻ്റെ നോർത്തേൺ മോസ്റ്റ് ബൗണ്ടറി ആയിട്ട് നമുക്ക് സെൻട്രൽ ഹൈലാൻഡിനെ പറയാം. സെൻട്രൽ ഹൈലാൻഡ് ഏകദേശം ഈ ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വെസ്റ്റിൽ ആരവല്ലി ഉണ്ട്. ഡെക്കാൻ പ്ലേറ്റു ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റുവിൻ്റെ നോർത്തൊന്ന് നമ്മൾ പറഞ്ഞു. സത്പുര റേഞ്ചസ് സെൻട്രൽ ഹൈലാൻഡിൻ്റെ സൗത്തിലായിട്ടുണ്ട്. സെൻട്രൽ ഹൈലാൻഡിൻ്റെ വെസ്റ്റിലായിട്ട് ആരവല്ലി റേഞ്ചസ് ഉണ്ട്. ഇവിടെ സത്പുര റേഞ്ചസ് അതിൻ്റെ സൗത്തിലായിട്ടുണ്ട്. ഇതും ഡിസ്കണ്ടിന്യൂസ് റേഞ്ചസ് തന്നെയാണ്. ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട്. പക്ഷേ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ കിടക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും കിടക്കുന്നില്ല. ദിസ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദ റിലക്ട് മൗണ്ടൻസ് വിച്ച് ആർ ഹൈലി ടെന്യൂർഡ് ആൻഡ് ഫോം ഡിസ്കണ്ടിന്യൂസ് റേഞ്ച്. ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ജയ്സാൽമർ, രാജസ്ഥാനിലെ ജയ്സാൽമറിൽ കാണാൻ പറ്റും. അവിടെ ശരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ സാൻഡ് റിഡ്ജസ് ഉണ്ട്, ക്രസൻറ്റ് ഷേപ്ഡ് സാൻഡ് റിഡ്ജസ് ഉണ്ട്. അതിൻ്റെ പേരാണ് സാൻഡ് ഡ്യൂൺസ് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മെറ്റമോർഫിക് പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റമോർഫിക് റോക്സ് ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ലൈക്ക് മാർബിൾ, സ്ലേറ്റ്, നെയ്സ് തുടങ്ങിയ ഒരുപാട് മെറ്റമോർഫിക് റോക്സ് ഇവിടെ കാണപ്പെടുന്നുണ്ട് രാജസ്ഥാൻ ഏരിയയിൽ.